നമ്മളെ കുട്ടികളെ ബോധപൂർവം വളർത്തണം. എന്തായാലും അവർ വളരും. പക്ഷെ അത് ബോധപൂർവമല്ലെങ്കിൽ എന്താ അറിയും, നമുക്ക് വലിയ ഭാരം വീഴും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇപ്പം ശ്രദ്ധിച്ചില്ലായിരിക്കും, നിങ്ങളുടെ കുട്ടിയുടെ അതേ പ്രായത്തിലൊരു കുട്ടിയെ ഒരു ബുദ്ധിമുട്ടില്ലാതെ വാപ്പിയമ്മയും കൊണ്ടെടുക്കണ നിങ്ങൾ കാണും. പക്ഷെ നമ്മൾ ഓവർ സ്ട്രെയിൻ എടുത്ത് ആകെ ബുദ്ധിമുട്ടി എട്ടങ്ങറായി നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അവർക്കത് ഭാരമില്ലാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ അവരതിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇതൊരു കുട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുറച്ചും കൂടി ഒക്കെ ഒരു കൗമാരപ്രായത്തൊക്കെ ഇതിനേക്കാളും സ്ട്രെയിൻ ആയിരിക്കും കുട്ടികളെ വളർത്തും. അപ്പം എന്താ പറയുക, കുറച്ചിപ്പം മെനക്കെടാൻ കുറച്ച് സമയവും കാര്യമൊക്കെ നമ്മൾ ആ ചെറുപ്രായത്തിൽ ചെലവഴിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആ ഭാരം കുറയും. എന്നാൽ ചെറിയൊരു അശ്രദ്ധ, ഒരു കെയർലെസ് ആയാൽ അത് പിന്നെ നമുക്ക് ഒരു കാലത്തും ആ ബുദ്ധിമുട്ട് നമുക്ക് തീരൂല. അവരിഞ്ഞ് വിവാഹം കഴിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഈ മക്കൾ നമുക്കൊരു പ്രയാസമായിരിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ബോധപൂർവം എന്ത് ചെയ്യണം, ഇടപെടണം. ഈ ഇടപെടാതിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എല്ലാവർക്കും ഉള്ളൊരു ചിന്ത, എൻ്റെ കുട്ടി അവൻ നല്ലവനായിരിക്കും, നല്ലവനേ ആവുള്ളൂ എന്ന് എല്ലാവരും അങ്ങനെ വിചാരിക്കണം. എൻ്റെ മോൻ നല്ലവനായിരിക്കുന്ന, അതുകൊണ്ട് അവൻ അങ്ങനെ നമ്മൾ വിചാരിക്കണ പോലൊന്നും മോശമായി പോവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളീ കാണുന്ന എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും അങ്ങനെ വിചാരിച്ചതാണല്ലോ. പക്ഷെ അങ്ങനെ അല്ലാത്ത കുട്ടികളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമുക്ക് ഭയങ്കര ബിസിയാണ്, നമ്മൾ ഭയങ്കരമായ തിരക്കാണ്. ജീവിതത്തിൽ ഒരു കാര്യവും നമ്മൾ പ്രോഗ്രാം ചെയ്യാതെയും പ്ലാൻ ചെയ്യാതെയും സ്വാഭാവികമായി ഉണ്ടാവണതിനൊക്കെ അതിൻ്റെതായ ദുരന്തങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികളെ എന്താവണം എന്ന് പ്ലാൻ ചെയ്ത് ഒരു വർക്ക്ഷോപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ പരിപാടി നടക്കുമ്പോൾ, ഇതിൻ്റെ സംഘാടകർ എങ്ങനെ ഈ പരിപാടി നടക്കണം, എന്തു ലക്ഷ്യം നേടണം എന്ന് പ്രോഗ്രാം ചെയ്യുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ഓരോ ഏജും ഓരോ ഡേയും നിങ്ങൾ പ്രോഗ്രാം ചെയ്താലേ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ സ്വാഭാവികമായി വളരാൻ വിട്ടാൽ അതിന് സ്വാഭാവികമായ ചില പരിണിതികളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കൽ, വളരെ കഴിവുള്ളവരാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. ഇപ്പോൾ നിങ്ങൾക്ക് 3 കുട്ടികളോ 4 കുട്ടികളൊക്കെ മാക്സിമം ഉണ്ടാവും. ഈ 4 കുട്ടികൾക്ക് നമ്മൾ 2 ആളുകളുണ്ട്, ഭാര്യയും ഭർത്താവും. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി സ്വന്തം കൊണ്ടെടുക്കുന്ന ആൾക്കാരായിരിക്കും, ഒരു ബിസിനസ് സ്വന്തം കൊണ്ടെടുക്കുന്ന ആളായിരിക്കും. ഈ കപ്പാസിറ്റി മുഴുവൻ നമുക്ക് ഉണ്ടായിട്ടും അതൊന്ന് പ്ലാൻ ചെയ്ത് നമ്മളെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടാൻ എത്ര രക്ഷിതാക്കൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഇല്ല, ഒരു ഡിസ്കഷൻ, ഭാര്യയും ഭർത്താവും ഒരു ഡിസ്കഷൻ, നമ്മുടെ കുട്ടിക്ക് ഈ പ്രായമായി, നീ എങ്ങനെ പോകണം, എന്ത് പഠിപ്പിക്കണം, ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ കാര്യം എന്തു വേണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും നമ്മുടെ കഴിവുകളും അന്വേഷണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങളെ മക്കളെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അടുത്ത ഭാവിയിൽ നമുക്കൊരിക്കലും അവരെ നമ്മൾ വിചാരിച്ച രൂപത്തിൽ കൊണ്ടുവരാൻ കഴിയൂല. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരു നിശ്ചിത പ്രായം വരെ, ഏകദേശം ഒരു 10 വയസ്സ്, ഇത് മാത്രമേ നിങ്ങളെ കൺട്രോളിൽ കിട്ടൂ, ബാക്കിയൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല. ആ 10 വയസ്സിൻ്റെ ഉള്ളിൽ, പരമാവധി ഒരു 7 വയസ്സൊക്കെ നമ്മൾ പറയും, 10 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ കുട്ടികളിൽ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നും പിന്നെ സാധിച്ചെടുക്കാൻ പറ്റില്ല. കുട്ടി എത്ര ചെറുതാകുന്നോ അത്ര ആ കുട്ടി, നിങ്ങൾക്ക് ആ കുട്ടിയിലേക്ക് ആക്സസ് ഉണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നതിന് എത്ര ശതമാനം കേൾക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് അത്ര മുഴുവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നൊരു കുട്ടി അങ്ങനെയാണ്. ഒരു കുട്ടി നിങ്ങൾക്ക് ശ്രദ്ധ തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് മുഴുവനും ആ കുട്ടി എന്ത് ചെയ്യും, അവൻ്റെ പ്രായത്തിനനുസരിച്ച് സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താനും സംവദിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് ഈ ഒരു 10 വർഷം എന്ന് പറഞ്ഞത്. അപ്പം എനിക്കിപ്പോൾ ഞാനിങ്ങോട്ട് യാത്ര വരുന്നതിന് മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. പിന്നെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട്
പറഞ്ഞു. ഞാൻ ഇന്നലത്തെ പരിപാടിയിൽ അതിൻ്റെ സൂചന ഞാൻ പറഞ്ഞു. അതായത് രണ്ട് അനുജത്തിമാരും ഒരനുജനും എന്തായി, നിരീശ്വരവാദിയായിട്ട് പോയി. നമ്മുടെ നാട്ടിൽ അത് വലിയൊരു പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവർ നിരീശ്വരവാദികളായി പോയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നല്ല മുജാഹിദ് ബാക്ക്ഗ്രൗണ്ടുള്ള, നല്ല സെലഫി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരങ്ങനെ എന്ത് വെച്ചാൽ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ വാപ്പിമ്മാകെ തകർന്നു. അപ്പോഴവൻ ഇടപെടുന്നത്, അവൻ മൂത്ത ജ്യേഷ്ഠനാണ്. അങ്ങനെ അവർ തകർന്നു പോയി. ഒരിക്കലും നമ്മളെ മക്കൾ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പം എന്ത് കാര്യം വെച്ചാൽ മൂത്ത 2 കുട്ടികൾ അവരെന്ത് വെച്ചാൽ അറബി കോളേജിലാണ് പഠിപ്പിച്ചത് മൂത്തൽ. ബാക്കി കുട്ടികൾ വന്നപ്പോഴേക്കും തലമുറ മാറിയത്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് സയൻസാണ് താല്പര്യം. സയൻസാണ് താല്പര്യം എന്ന് മാത്രമല്ല, അവർ പാരൻസിനെ അവർ കൺവിൻസ് ചെയ്തു. എന്താ വെച്ചാൽ ഇന്ന് സയൻസ് പഠിക്കുന്നതിൻ്റെ സാധ്യതകളൊക്കെ പറഞ്ഞ്, വാപ്പ ഗൾഫിലാണല്ല, പ്രവാസിയാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അവർ പറയുന്ന എല്ലാറ്റിനും അംഗീകാരം കൊടുത്ത് അവരെ 3 പേരെയും സ്വതന്ത്രമായി പഠിപ്പിച്ചു. അങ്ങനെ അവർ 3 ആളും ഒരു ഗ്രൂപ്പായി. അവർ വീട്ടിൽ 3 ആളും വേറൊരു ഗ്രൂപ്പായത് മാത്രമല്ല, അവരെന്ത് ചെയ്തു, ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മൂത്തവൻ എന്താണോ സംഭവിച്ചത് അതൊക്കെ താഴെ അവരിവരെ സപ്പോർട്ട് ചെയ്യും, അവൻ ഫിനാൻഷ്യലായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൊടുന്ന് 3 ആളുകളും ഒരേ ആശയക്കാരായി. ഇപ്പം അവർ 3 പേരും പണം തരും. ഞങ്ങൾക്ക് 18 വയസ്സ് കഴിയും, അതുകൊണ്ട് ദയവ് ചെയ്ത് വാപ്പിയും ഞങ്ങൾ കാര്യത്തിൽ ഇടപെടരുത്. ഇതിപ്പോൾ നിങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ വേണം. 18 വയസ്സായി, ഇനി ഞങ്ങൾ കാര്യത്തിൽ ഇടപെടരുത്, ഞങ്ങൾ സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇത്രത്തോളമൊക്കെ നമ്മളെ മക്കളാകുമോ പറയുമോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ഇവിടെ കാര്യത്തിലൊരു പരിഹാരം ഇനി ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു പ്ലാനിങ്ങിലേക്കും കുട്ടികളുടെ ഒരു ശ്രദ്ധയിലേക്കും നിങ്ങൾ വരികയാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഉണ്ടാവേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ കുട്ടികളുമായിട്ടൊരു സ്നേഹബന്ധമുണ്ടാവും. അപ്പോൾ ചോദിക്കും, ഇപ്പം അങ്ങനെ ഇല്ലേന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടെന്ന് അത്ര ഉറപ്പില്ല സംഭവം. കാരണം കുട്ടികളുമായിട്ട് ഒരു സ്നേഹബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ആ സ്നേഹത്തിലാണ് നമ്മുടെ എല്ലാ കൺട്രോളും. വേറെ ഒന്നും കൺട്രോളും. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടോ പുറത്താക്കിയിട്ടോ അല്ലെങ്കിൽ അവന് ബലമായിട്ട് അവൻ്റെ മൊബൈൽ വാങ്ങി വെച്ചിട്ടോ അവനെ തടസ്സപ്പെടുത്തിട്ടോ റൂമിലിട്ട് അടച്ചിട്ടോ നിങ്ങൾക്ക് ഒരു കൺട്രോളും ഒരു കുട്ടീൻ്റെ പേരിലും സ്നേഹം കൊണ്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഉമ്മ ഒന്ന് പിണങ്ങിയാൽ നിങ്ങളുടെ മകൻ തളർന്നു പോകുമെങ്കിൽ നിങ്ങൾക്ക് അവന് നല്ലൊരു നിങ്ങൾക്കൊരു രക്ഷിതാവായി അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരൊറ്റ കയറുമേ നമുക്ക് കൊണ്ടാൻ പറ്റും. വാപ്പ ഒന്ന് മുഖം കറുപ്പിച്ചാൽ അത് അവനെ തളർത്തുമെങ്കിൽ ആ ഒരൊറ്റ ബലത്തുമ്മേ ഇനി നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടാൻ പറ്റും, വേറെ ഒന്നും കൊണ്ടാൻ പറ്റില്ല. പക്ഷെ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കുക വേണം. ആ സ്നേഹം ഇല്ലാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യണത് എന്താ പറയുക, നോ ആണ്. അതായത് കുട്ടികളുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നെഗറ്റീവാണ്. പാടില്ലെന്ന് പറയാനാണ്. ഇത് കുട്ടികൾക്ക് എന്താണ് പാടില്ല, പോണ്ട, ഇപ്പം എന്താ നോക്കിയിരിക്കുന്നത്, ഈ ചോദ്യമല്ലാതെ സ്നേഹപൂർവമുള്ള ഒരു സംഭാഷണത്തിനോ പെരുമാറ്റത്തിനോ നമുക്ക് സമയമില്ല. പിന്നെ നമ്മൾ ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊന്നും സ്നേഹം ഉണ്ടാവാനുള്ള ഒരു കാരണമേ അല്ല. ഇത് വാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ ചോദിച്ചു അപ്പോൾ വാങ്ങി തന്നു, അത്രേ ഉള്ളൂ. അതിലൊരു പ്രത്യേകിച്ച് സ്നേഹത്തിനുള്ളൊരു വകുപ്പൊന്നും അതിലില്ല. മനസ്സിലായി? നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുട്ടികളുമായി എന്ത് ചെയ്യണം, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യണം. ശരിക്കും എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക വെച്ചാൽ, ഒരു കുട്ടിക്ക് കുട്ടി എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. അവൻ്റെ വിഷയങ്ങൾ പഠിക്കുന്നിടത്തുണ്ടാവും, അവൻ്റെ സ്കൂളിങ്ങിലുണ്ടാവും, എന്തിലുണ്ടാവും. ആ മുഴുവൻ നിസ്സഹായാവസ്ഥകളിലും സന്ദർഭങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ കൂടെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ തമ്മിൽ സ്നേഹമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാര്യം. അവൻ എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും ആ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവൻ്റെ കൂടെ ഒരു സഹായിയായി നിന്നുകൊടുക്കും. പാപ്പയും അവന് മാനസികമായ അധൈര്യമുണ്ടാകുമ്പോൾ ധൈര്യം കൊടുക്കാൻ, അവന് വിഷമം ഉണ്ടാകുമ്പോൾ അവൻ്റെ വിഷമങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ എന്ത് ചെയ്യണം, അവൻ്റെ കൂടെ നിന്ന് അവനെ സ്നേഹിച്ച് അല്ലെങ്കിൽ അവളെ സ്നേഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇഷ്ടം നമ്മൾ കരസ്ഥമാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമാണ് സാന്നിധ്യം, കൂടെ ഉണ്ടാവുക എന്നുള്ളത്. എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ വാപ്പാർക്കൊന്നും പൊതുവെ ഇവിടുത്തെ പ്രവാസികളെ വേണ്ടോ,
സമയം കിട്ടൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും എന്താണെന്ന് വിചാരിച്ചാൽ എവിടേക്ക് പോകുമ്പോഴും അവരെ കൂടെ കൂട്ടാനും അവരെ കൂടെ ഇരിക്കാനും ഒരു സമയം നമ്മൾ നിശ്ചയിക്കണം. ഇപ്പോൾ രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ കുട്ടികൾ ഉറങ്ങാത്ത ടൈമാണെങ്കിൽ ഒരു അരമണിക്കൂർ അവരെ കൂടി ഇരിക്കും. അത് വേറെ എന്തെങ്കിലും എൻഗേജ്മെൻ്റ് ആവില്ല, അവർക്ക് വേണ്ടി മാത്രം ഇരിക്കണം, അവർക്ക് വേണ്ടി മാത്രം ഇരിക്കണം. അല്ലെങ്കിൽ വീക്കിലി നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അവരെ കൂടെ എന്ത് ചെയ്യണം, ഇരിക്കണം. സാന്നിധ്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഉമ്മാരെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് പ്രധാനമാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും ലേഡീസൊക്കെ ജോലിയുള്ള ആൾക്കാരേക്കാണ്. ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ ചിലപ്പോൾ സെർവൻസൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാന്നിധ്യമാണ് പ്രധാനം, കൂടെ ഉണ്ടാവണം. എത്ര സമയം നമ്മളെ കൂടെ കിട്ടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അവരിൽ സ്വാധീനിക്കാനും അവരിൽ ആ സ്നേഹം ഉണ്ടാക്കാനും നമുക്ക് എന്ത് ചെയ്യും പറ്റും. ഇപ്പോൾ നല്ലൊരു മാനസികമായ അറ്റാച്ച്മെൻറ്റ് അവരിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും അവരിൽ നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി കഴിയും, ആ സ്നേഹബന്ധത്തിലൂടെ. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനമായിട്ട് കാര്യം, നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്കും കുട്ടികളെ മുന്നിൽ വെച്ച് ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് ആ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അവരൊന്നും സ്വീകരിക്കൂല. അതായത് നിങ്ങളുടെ വൈഫിനെ എങ്ങനെ എപ്പോഴും ചീത്താർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു മതിപ്പുണ്ടാവില്ല. ഒന്ന്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഉമ്മയെ നിങ്ങൾ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങളെ അവന് ഇഷ്ടപ്പെടാൻ പറ്റില്ല. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളും എന്തോ ഒരു ശരികേടുണ്ട്, ഒരു അധാർമികതയുണ്ടെന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ധാർമ്മികമായി അവനോട് പറയാനോ അവനെ സ്വാധീനിക്കാനോ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് വഴക്കിടുന്ന രക്ഷിതാക്കൾക്ക് കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളെ നല്ലവരാക്കി തീർക്കുന്നതിലും യാതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതിലുപരി എന്താ വെച്ചാൽ, അവൻ ഇഷ്ടപ്പെടുന്ന ഉമ്മനെ ചീത്ത പറയുമ്പോൾ അവൻ മാനസികമായി ഭയങ്കരമായ സ്ട്രെസ് അനുഭവിക്കും, ഭയങ്കര മാനസികമായ പ്രയാസം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ജോളിയായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് കുട്ടികൾ കാണണം. അതവരുടെ മാനസിക വളർച്ചയെയും നിങ്ങളുമായുള്ള ബന്ധത്തെയൊക്കെ വല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടെങ്കിൽ അതെ കുട്ടികൾ സ്കൂൾ പോയിട്ട് ആക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഉറങ്ങിയിട്ട് വേറെ റൂമിൽ പോയിട്ട് ആക്കുക, അല്ലെങ്കിൽ വേറൊരു സന്ദർഭം കാണുക, അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ തച്ചേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം നിങ്ങളതിന് കുട്ടികളില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, കാണുക എന്നുള്ളതാണ് പ്രധാനം. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങളെ കുട്ടികൾക്ക് ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് മുമ്പിൽ വെച്ച് നിങ്ങൾ ഒരിക്കലും വഴക്കുണ്ടാക്കരുത്. നമ്മൾ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ അറിയണില്ല. നമ്മൾ ഈ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് നമ്മൾ തമ്മിൽ എന്തുണ്ട് കാറിൽ വെച്ച് ബഹളം കൂടുന്നത് നമ്മൾ പോലും അറിയണില്ല. പക്ഷെ അത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ഭയങ്കരമാണ്. ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞു, പിന്നെ എല്ലാവരും ഇങ്ങനെ ഉംറക്ക് പോണ ചർച്ച ചെയ്തപ്പോൾ 6 വയസ്സ് ഉണ്ടാവുമല്ലോ ആ പെൺകുട്ടി. അപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്താണ് ഉംറക്ക് പോയാൽ പ്രാർത്ഥിക്കുക, അവൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഉപ്പമ്മനെ ചീത്ത പറയരുതെന്ന്. അതാണ് നമുക്കാകെ പ്രാർത്ഥിക്കാനുള്ളത്. അവൾ പോയിട്ട് ഹറമ് പോയിട്ടേ അവൾക്ക് ഉംറക്ക് പോകാൻ അവസരം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉപ്പമ്മനെ ചീത്ത അറിയാൻ പറ്റില്ല എന്ന്. ഒരു കുട്ടീൻ്റെ മനസ്സിൽ എത്രമാത്രം ആഴമായിട്ടത് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവെ നിങ്ങൾ ഇവിടെ ഉള്ള ഈ ഒതുങ്ങിയൊരു ഫാമിലി ആവുന്നതുകൊണ്ട് പലപ്പോഴും വഴക്കിൻ്റെ സാധ്യത നാട്ടിലുള്ളതിനേക്കാളും കൂടുതലാണെന്ന് ഞാൻ മനസ്സിലായി. വേറെ എൻഗേജ്മെൻ്റ് ഒന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ മാത്രമാകുമ്പോൾ എല്ലാ പ്രശ്നവും തമ്മിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് വിയോജിപ്പുകൾ ധാരാളമായിട്ടുണ്ടാവും. അവിടെ തല്ല് നമ്മൾ വിചാരിക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും. ഈ കുട്ടികളുടെ വളർച്ചയെ വളരെ പ്രധാനമായി ബാധിക്കും. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് തീർത്ത് അവരെ മുമ്പൊന്നും ആവാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നല്ല വളരെ സന്തോഷം, ആഹ്ലാദം. ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ പെൺകുട്ടികൾ ഒരു പക്ഷേ ഭാവിയിൽ സമയത്തിന് മുമ്പ് നിങ്ങളോട് വിവാഹത്തെ ആവശ്യപ്പെടും. കാരണം അവർ നിങ്ങളുടെ ആ ലൈഫ് കാണുമ്പോൾ അവർ ആഗ്രഹിച്ചു പോകും, അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അത്രമാത്രം സൽഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ ഇങ്ങനെ കുട്ടികൾക്ക് തടസ്സം നിൽക്കരുത്. എല്ലാറ്റിനും തടസ്സം നിൽക്കണ, നോ പറയുന്ന ആൾക്കാരാകരുത്. അപ്പോൾ എല്ലാറ്റിനും എസ് പറയാൻ പറ്റും ചോദിക്കും. എല്ലാറ്റിനും എസ് പറയാൻ ഞാൻ പാടില്ല. അവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ആഗ്രഹങ്ങളെ ഒരു ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ
അവിടെ ആഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അവിടെ കുട്ടി +1 പഠിക്കുകയാണ്, ഇപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്, ഒരു നിലക്കും പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്താ പറയാന്ന് വെച്ചു. അവൻ പറയും, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഇവൻ മൊബൈൽ ചോദിച്ചു SLC കഴിഞ്ഞപ്പോൾ അപ്പോൾ മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല. അപ്പോൾ അവനെന്തിനാ ഈ കാറ്ററിങ്ങിൽ പോകും നമ്മുടെ നാട്ടിലൊക്കെ 300 ഉറുപ്പിക ഇട്ടു. അങ്ങനെ അവൻ എന്ത് ചോദിച്ചാൽ പൈസ ഉണ്ടാക്കിയിട്ട് മൊബൈൽ വാങ്ങി. ഇപ്പോൾ മാപ്പിനോട് ഇവിടെ പറയും, മൊബൈലിനെ പറ്റി ഒരു അക്ഷരനോട് മുണ്ടി പോയത് എൻ്റെ മൊബൈലാണ്, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവർ മൊബൈൽ വാങ്ങി കൊടുക്കേണ്ടിയിരുന്നു അല്ലേ? അവർ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ട് പറയാം മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, രാത്രി 9 മുതൽ രാവിലെ 6 മണി വരെ യൂസ് ചെയ്യാൻ പറ്റില്ല, അതേമാതിരി മഗ്‌രിബിക്ക് 7 മണി മുതൽ 9 മണി വരെ വായിക്കുന്ന ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് പറയാൻ നമുക്കൊരു അധികാരമുണ്ടോ? അല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹമുള്ളതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കുട്ടിയോട് പറയുകയാണെന്ന് എന്താ അറിയും, നിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു ഉംറക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവൻ്റെ ആഗ്രഹത്തേറ്റ് നീ ഖുർആനിൽ 2 ജുസു പഠിച്ചാൽ, അല്ലെങ്കിൽ ഖുർആൻ ഹാഫിദായാൽ, അല്ലെങ്കിൽ ഖുർആൻ ഖത്തം തീർത്താൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു സംഗതി ഓഫറായിട്ട് കൊടുക്കുക അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഓഫറായി കൊടുക്കുക. ഒരു ഡ്രസ്സാവട്ടെ, ഒരു ബ്രാൻഡ് ഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു ടോയ്സ്, എന്താണോ നിങ്ങൾ അവൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം ഇന്ന് പറഞ്ഞാൽ നാളെ വാങ്ങണ്ട, ഇന്ന് പറഞ്ഞ് നാളെ വാങ്ങണ്ടല്ലോ. ഏതായാലും നമ്മളതിന് പൈസ ചിലവാക്കാൻ തീരുമാനിച്ച് ഞാൻ പറഞ്ഞാൽ അത് അവർക്കൊരു പ്രോത്സാഹനമായി, ഒരു സമ്മാനമായി എന്ത് ചെയ്യുക, നമ്മൾ പറയും, നീ ഉമ്മയും തമ്മിൽ ഒരു 10 ദിവസത്തിൽ വഴക്കില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നിനക്ക് വാങ്ങി തരാം. എന്താണോ നമുക്ക് പറയാനുള്ളത്, എന്തിനും ഓഫർ പറയാം. അപ്പം കുറച്ച് നമ്മൾ ആഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നെന്താ വെച്ചാൽ നമ്മുടെ കാര്യം സാധിക്കും ചെയ്യും, വാങ്ങിക്കൊടുക്കുന്ന ഒരു വില ഉണ്ടാവും. മനസ്സിലായി? ആ സൈക്കിൾ മുറ്റത്ത് കിടക്കുമ്പോൾ അവൻ പറയും, ഇത് ഞാൻ ഇഫിളാക്കിയിട്ട് എനിക്ക് കിട്ടിയ സൈക്കിളാണ്, അതങ്ങനെ കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സൈക്കിളിന് എന്ത് വിലയുള്ളത്? മനസ്സിലായി? അവൻ അധ്വാനിച്ച് വാങ്ങിയ ഒരു സൈക്കിളിൻ്റെ ഒരു വിലയും അതിനുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ശരിയായ ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഭാവിയിൽ വരാനുള്ള അപകടങ്ങളെക്കുറിച്ച് അവർക്ക് എന്തൊരു പേടി അവരുടെ മനസ്സിൽ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്. 2 കാര്യം കൊണ്ടാണ് മനുഷ്യൻ നന്നാകാതെ. മുബശ്ശിരീന വ മുന്തിരി എന്നാണ് പ്രവാചകന്മാരെ കുറിച്ച്. സന്തോഷ വാർത്ത അറിയിക്കുക, ഭയം. ഇതിന്ന് 2 ഒരു മനുഷ്യന് ചേഞ്ച് ഉണ്ടാവും, വേറെ ഒന്നൊന്നും ചേഞ്ച് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം. ഇത് 2 ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇത് 2 അല്ലാതെ മനുഷ്യനെ മാറ്റാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഭാവിയിൽ വരാവുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഈ വാഹനത്തിൽ പോരുന്ന സമയത്ത് വെറുതെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ ഏറ്റവും അടുത്ത ഭാവിയിൽ അപകടകരമായി നമ്മൾ കാണേണ്ടത് ആൺപെൺ ബന്ധങ്ങൾ തന്നെയാണ്, അഫെയറുകൾ തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇന്ന് വായിച്ചു, നിങ്ങൾ ഒരു ലോഡ്ജിൽ ഒരു അമുസ്ലിമും ഒരു മുസ്ലിം പെൺകുട്ടിയും കൂടെ ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ ന്യൂസ് ഒരു പക്ഷേ രാവിലെ നോക്കിയ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം വെച്ചാൽ ഒന്ന് ഹിന്ദു ഒന്ന് മുസ്ലിമാണ്, കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാരൻസ് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചാൽ 2 മരിക്കാന്ന്. മരിക്കണത് എന്തിനാന്ന് വിചാരിച്ചാൽ അച്ഛനോടും അമ്മനോടുള്ള പ്രതികാരമാണ്. മരിച്ചവർക്ക് ദുഃഖം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും, ഓരോടുള്ളൊരു പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ എൻ്റെ ഒരു പരിചയം വെച്ച് പറയാണ്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പെണ്ണിന് ഒരാണിനോടോ ഒരാണിനൊരു പെണ്ണിനോടോ മനസ്സിലൊരാഗ്രഹം ജനിച്ചാൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടാവുന്നത് എന്തിനാ വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ ആകർഷിക്കുന്നതാണ്. 2 ഒന്നിച്ചു ചേരാൻ വേണ്ടി പ്രകൃതിപരമായി അള്ള വെച്ചൊരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് വെച്ചാൽ അവർ 2 പേരും ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രകൃതിപരമായി ആ സ്നേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്തായിരുന്നാലും മനസ്സ് കയറിയിട്ടുണ്ടോ അതിൻ്റെ ഒരു സാക്ഷാത്കാരം നടന്നിരിക്കണം, അല്ലെങ്കിൽ അത് അവിടെ കേടാം. അപ്പോൾ നിങ്ങളെ മകളെ മനസ്സിൽ ഒരു പയ്യൻ, കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ കയറിപ്പെട്ടാൽ പിന്നെ അവളുടെ ലൈഫ് അതോടെ തീർന്നു. അവൻ്റെ ഒപ്പം ചെന്ന് ജോയിൻ ചെയ്താലും ഇനി അവനെ ഒഴിവാക്കിയാലും 2 കണക്ക്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ വണ്ടൂർ അടുത്തൊരു 16 വയസ്സായ ഒരു പെൺകുട്ടിനെ ഒരു പയ്യൻ കൊന്നു. അപ്പോൾ ആ കൊന്ന കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. അവൻ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷമോ അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് അവൻ കൊന്നു.
ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കൂടെ കൂടുന്നതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അവരറിയുക പോലും ചെയ്യാതെ അതാണ്. അപ്പോൾ എന്തറിയോ, നമ്മുടെ കുട്ടികളുടെ ലൈഫിനെ തന്നെ അവർക്ക് പിന്നെ പഠിക്കണ്ട, ഒരു ഡോക്ടറാണ് എഞ്ചിനീയറാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പിന്നെ വേണ്ട, നമുക്ക് കല്യാണം നടന്നാൽ മതി, അവൻ്റെ കൂടെ പോയാൽ മതി. ഒരു പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പാരൻസ് ഇല്ല, പഠനമല്ല, ജീവിതമല്ല, ഒന്നുമില്ല. അപ്പം അതിനേക്കാളും വലിയ അപകടം വേറൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു സൈക്കോളജി, ഇതാണ് ഈ പ്രേമത്തിൻ്റെ സൈക്കോളജി എന്നുള്ളത്. അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എനിക്കൊന്നിപ്പോൾ ഒരു 9 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ ബോധം എന്താണ് ഏകദേശം കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പെടും, ഒരു സംശയം. പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അതോടെ തീർന്ന്. പിന്നെ നിങ്ങൾ അതിന് ശേഷം പിന്നെ കൗൺസിലിങ്ങും കൺവിൻസ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടൊന്നും വലിയൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവില്ല. അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. അതേമാതിരി ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായതാണ് എന്താ പറയുക, പോൺ സൈറ്റുകൾ. ഒരു പക്ഷെ നിങ്ങൾ ശരിക്ക് ചെക്ക് ചെയ്താൽ ഒരു 14 വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഏകദേശം നമ്മുടെ കുട്ടികളൊക്കെ തുടങ്ങും. കാരണം അവർക്ക് അതിലേക്ക് എത്താതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരാൾ എന്താണ് ഒരു പോൺ സൈറ്റിലേക്ക് എത്തണമെങ്കിൽ ആരെങ്കിലും ലിങ്ക് കൊടുക്കണം, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാസറ്റ് കൊടുക്കണം എന്ന് അതൊന്നും വേണ്ട. അവൻ വെറുതെ നെറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊരു പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴേക്കും അവൻ എന്ത് ചെയ്യും, അശ്ലീല സൈറ്റുകളിലേക്ക് എത്തും. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എത്തില്ലെന്ന് വിചാരിച്ചെങ്കിലും പല ഉമ്മമാരും മക്കൾ ഈ ഫോൺ സൈറ്റ് കയറുന്ന കണ്ടിട്ട് ആകെ പ്രയാസപ്പെട്ട് പേടിച്ച് ഫോൺ ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മിക്കവാറും കുട്ടികൾ, പണ്ടൊക്കെ അത് ആൺകുട്ടികൾക്ക് ഉണ്ട്, ഇപ്പോൾ പെൺകുട്ടികൾ തുടങ്ങി. പെൺകുട്ടികൾ വ്യാപകമായി ഇപ്പോൾ കോളേജിലൊക്കെ ഏറ്റവും അധികം ഫോൺ സൈറ്റുകൾ യൂസ് ചെയ്യുന്നത് ഗേൾസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അപകടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി പറഞ്ഞ് ധരിപ്പിച്ചാൽ ഒരിക്കലും കുട്ടികളൊന്നും പോകില്ല. കാരണം അതിന് മാത്രം മാരകമാണ്. മറ്റുള്ളൊരു പ്രശ്നത്തെ പോലെയല്ല. ഒരു കുട്ടി ഒരു രോഗിയായി മാറാണ് ശരി. പോൺ സൈറ്റുകൾ കാണുന്ന ഒരാൾ അടിസ്ഥാനപരമായ രോഗിയാവുകയാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണിത് കാണാൻ പറ്റുക എന്നല്ലാത്ത ജീവിതത്തിൽ മറ്റൊരാഗ്രഹമില്ല. ഏത് സമയത്താണ് എനിക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള 2ാം വർഷത്തിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യനെ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ വെച്ചാൽ അവൻ അത്രയും അവശനാണ്. അവന് ശരിക്കും എന്താ വെച്ചാൽ ക്ലാസ്സിലൊന്നും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ശരിക്കും നിവർന്നിരിക്കാൻ പറ്റില്ല. അത്രമാത്രം പോൺ സൈറ്റ് കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് അത്രമാത്രം തകർന്നിരിക്കാനാണ്. അപ്പോൾ ഞാൻ അവനായിട്ട് ഇങ്ങനെ മെല്ലെ അവൻ എൻ്റെ അടുത്ത് ഒരുക്ക് ഭയങ്കര നിസ്സഹായമായി വന്ന് കരഞ്ഞു പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ ഞാൻ അവനൊരു സമയമൊക്കെ നിശ്ചയിച്ച് അവൻ്റെ കൂടെ നിന്ന് അങ്ങനെ ശരിയായി. ഇപ്പോൾ ഏകദേശം 1 മാസം പൂർത്തിയായി. അപ്പോഴേക്കിന് വീണ്ടും പോയി. പിന്നെ 2ാമത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ 1 മാസം അവന് പൂർത്തിയായി. അപ്പോൾ അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നവൻ പറഞ്ഞു, ഇത്ര കാലമായിട്ട് സാർ ഉമ്മ കണ്ടിരുന്നില്ല, പക്ഷെ ഉമ്മ എൻ്റെ അത് കണ്ടു. ഞാനിത് കാണുന്നത് ഇന്നലെ ഉമ്മ കണ്ടു പറഞ്ഞു. കാരണം ഞാൻ അത് നിർത്തിയിട്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്, പക്ഷെ അത് ഉമ്മൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നീ ഒരിക്കലും കാണാതിരിക്കാനായിരിക്കും അത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. കാരണം ഒന്നും പറ്റില്ല. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു സംഗതി കൊടുത്താൽ ഒന്നും പഠിക്കാത്ത ഒരാൾ അവൻ മാത്രമാണ്. ഒരു അല്പസമയം അവൻ കോൺസെൻട്രേഷനോട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര മാരകമാണ് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഈ പോൺ സൈറ്റുകൾ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, എത്തും, നമുക്ക് അറിയാൻ പോലും പറ്റില്ല. പിന്നെ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് അവർക്ക് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, ബോധം നൽകണം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് അവരെ ഒരുമിച്ച് കിട്ടുന്ന സമയത്തും ഒറ്റയ്ക്കാവുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമ്മളുടെ ആ കമ്മ്യൂണിക്കേഷനിൽ വരണം. അത് നമുക്ക് വരുത്താൻ പറ്റും. എല്ലാ കാര്യങ്ങളും അവർക്ക് പല മാനേഴ്സുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ അവരുടെ ദുശ്ശീലങ്ങളെക്കുറിച്ച് വരാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്കുള്ള ചില പ്രചോദനങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് അവർക്ക് നൽകാൻ പറ്റും. അത് നമ്മൾ ബോധപൂർവം നൽകണമെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ അതിന് പറ്റുന്ന ക്ലാസ്സുകളോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരേ ഏജിലുള്ള കുട്ടികളെ നമ്മൾ ഇരുത്തിയിട്ട് അത് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഇന്ന് കാണുന്നൊരു കാര്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വേഷം, വസ്ത്രധാരണം, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണ്. നിങ്ങൾ നല്ല ഡ്രസ്സ് തന്നെ അവരെ കൊണ്ട് നിങ്ങൾ ധരിപ്പിച്ച് ശീലമാക്കണം. പൊതുവെ എന്താ വെച്ചാൽ ഒരു പാൻസിലേക്കും ടീഷർട്ടിലേക്കും നമ്മൾ നാടാകെ മാറി. അപ്പോൾ അതിപ്പോൾ തന്നെ ഇവിടങ്ങളിപ്പോൾ സൗദി അറേബ്യയിലാകുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടാകാമെങ്കിലും നമ്മുടെ കുട്ടികളുടെ മനസ്സൊക്കെ ആകെ മാറിക്കഴിഞ്ഞിട്ടും. ഇപ്പോൾ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേഷം ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയല്ലേ അറിയും. ഇപ്പോൾ ഒരു പയ്യനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് എന്തിനാണെങ്കിൽ അവൻ്റെ പരിപാടി എന്താ വെച്ചാൽ ടെലഗ്രാമിലാണ് അവൻ്റെ ചാനൽ.
എന്താണ് അവൻ്റെ ടാലറും? ചെറിയ കുട്ടികളുടെ, ചെറിയ പെൺകുട്ടികളുടെ ഫോട്ടോസ്. അതാണ് അവൻ്റെ കച്ചവടം. ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇടക്കരയല്ല, മുസ്ലിമാണോ ചെറുപ്പക്കാരൻ? അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ 3 വയസ്സും 2 വയസ്സൊക്കെ ആയ പെൺകുട്ടികൾ മുറ്റത്ത് കളിക്കുന്നുണ്ടാവും. അവരപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യും, പൈസക്കാണ് വിൽക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടോ, ഇപ്പോൾ ഒരു 4 വയസ്സായ ഒരു കുട്ടി, ഒരു പെൺകുട്ടിനെ നിങ്ങൾ ഏറ്റവും നല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയെ മോശമായിട്ട് ഒരാൾ നോക്കുന്നുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കൂ? ആലോചിക്കുന്ന പോലുമില്ല. ഇപ്പോൾ ഒരു കുട്ടി നിലയിലൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന സംഗതികളാണ്. നമ്മൾ ഡ്രസ്സിങ് വളരെ പ്രധാനമാണ്. ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പം ചിന്തിക്കണം. അപ്പോൾ കണ്ണുകളെ താഴ്ത്തണം നമ്മൾ പറയുന്നു, നോക്കണത് തെറ്റല്ലേ? ഇപ്പോൾ ഒരു നോട്ടം കൊണ്ട് എന്താണെന്ന് ചോദിക്കും, ഒരു നോട്ടം മതി, ഒരൊറ്റ നോട്ടം മതി. ഈ പല കുട്ടികളെയും പീഡിപ്പിച്ച് കൊന്ന ആളുകൾ എന്താ വെച്ചാൽ അവർ കണ്ട് അവർക്കൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മുട്ടയെടുത്ത് കൊണ്ടുപോയി അവരെ കൊന്നു തള്ളണം. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ആവർത്തിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ചെറിയ പ്രായം മുതൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് ചെയ്തു. അതിൽ കണിശമായി മദ്രസക്കൊരു ഡ്രസ്സും അതേപോലെ തന്നെ കല്യാണത്തിന് വേറെ ഡ്രസ്സും ഉമ്മമാരെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ നിങ്ങൾ അങ്ങനത്തെ നല്ല ഡ്രസ്സ് ഇടാൻ താല്പര്യം, നിങ്ങൾ എപ്പോഴും ആ മോശം ഡ്രസ്സ് തന്നെ ഇട്ടോളൂ. 2 ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക. അത് അവരുടെ മാനസിക കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും. കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നമില്ലാത്ത മദ്രസക്കും പള്ളിക്കും വരുമ്പോൾ നല്ല ഡ്രസ്സ് ഇടുക, കല്യാണത്തിന് പോകുമ്പോൾ മോശം ഡ്രസ്സ് ഇടാൻ നമ്മൾ അവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ അത് അവരുടെ ചിന്താഗതികളെ തന്നെ എന്ത് ചെയ്യും, സ്വാധീനിക്കും. അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സ്, 3 കണ്ടീഷനാണ് ഡ്രസ്സിലുള്ളത്. ഒന്ന്, അയഞ്ഞ ഡ്രസ്സായിരിക്കണം. അതേപോലെ സുതാര്യമായി എല്ലാം ഉള്ളിത്ത് കാണുന്നത് ആകാതിരിക്കണം. അതേപോലെ തന്നെ മുഴുവൻ മറിഞ്ഞിരിക്കണം. അതേപോലെ പുരുഷൻ്റെ ഡ്രസ്സ് സ്ത്രീ ധരിക്കരുത്, സ്ത്രീയുടെ ഡ്രസ്സ് പുരുഷൻ ധരിക്കരുത്. അതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ്. ആ ഡ്രസ്സിങ്, നിങ്ങൾ ആ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമുണ്ടാവും. അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഡ്രസ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും ഇസ്ലാമികമായി തന്നെ ശീലിപ്പിക്കണം. അതിലേറ്റവും പ്രധാനം നമ്മളത് ശീലിക്കുക എന്നുള്ളതാണ്. നമ്മളത് ശീലിച്ചെങ്കിലേ കുട്ടികൾക്ക് നമുക്കത് നൽകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ ദുരന്തം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. കാരണം ആരുടെയെങ്കിലും മനസ്സിൽ ഒരു താല്പര്യം നമ്മുടെ കുട്ടിയോട് തോന്നിക്കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് ഭാവിയിൽ ഒരു അപകടം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത്തരം ചില ശ്രദ്ധകൾ നമ്മുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഇവിടുത്തെ സാഹചര്യം എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയണമൊക്കെ എത്രമാത്രം യോജിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് കുട്ടി എല്ലാം പഠിക്കുക. നിങ്ങൾ വളരെ ക്ലീനായി വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കുന്ന ആളാണോ, നിങ്ങളുടെ കുട്ടികൾ വൃത്തിയായിട്ട് സൂക്ഷിക്കും. നിങ്ങൾ ഡ്രസ്സ് നന്നായിട്ട് ക്ലീനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ, അത് അങ്ങനെ ചെയ്യും. എന്താണോ നിങ്ങൾ വക്തിന് നിസ്കരിക്കുന്ന ആളാണോ, കുട്ടികൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ രാവിലത്തെ അദ്കാറുകൾ ഇരുന്ന് ചെല്ലുന്ന ആളുകളാണ്, കുട്ടികൾ അത് ശീലിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ക്യാമറയും പിടിച്ച് 2 ക്യാമറയും പിടിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ സദാ നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് അനുകരണീയമായൊരു ജീവിതം വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, സത്യസന്ധമായി നിങ്ങൾ മാതൃകയായി കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ തീർച്ചയായും ഭാവിയിൽ അങ്ങനെ ആയിത്തീരും. നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട് എന്ന ബോധത്തോടു കൂടെ ജീവിക്കണം. അത് മാതൃകാപരമായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ മാതൃകകളെല്ലാം ആ കുട്ടികൾ സ്വീകരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് കുട്ടികൾ ചോദിച്ചാൽ, എന്തിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചാലും ആ സംശയം അവർക്ക് തീരുവോളം, നമുക്ക് അറിയില്ലെങ്കിൽ അന്വേഷിച്ച് പഠിച്ചിട്ടെങ്കിലും അതിൻ്റെ മറുപടി അവർക്ക് സമയത്ത് പറഞ്ഞു കൊടുക്കണം, എങ്കിലും മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്നത്, പരലോകം ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പല്ലേ, സ്വർഗവും നരകവും ഉറപ്പല്ലേ? എന്നാ ഉറപ്പായത്? ആ ഉറപ്പായ ആശയം ഏതാണോ അതേപോലൊരു ആശയം കിട്ടുമ്പോഴേ നിങ്ങളെ കുട്ടികൾക്കും അത് ഉറപ്പാവും. ശരി, ഞാൻ ഇന്നും ആലോചിക്കും, ഞാൻ പ്രസംഗമൊക്കെ തുടങ്ങി, പ്രഭാഷണമൊക്കെ തുടങ്ങി, ചെറുപ്പത്തിന് തുടങ്ങിയിട്ട് ഞാൻ എന്ത് വെച്ചാൽ ഒരു സുഹൃത്തൊരു ഖുർആൻ ശാസ്ത്രം എന്നുള്ളൊരു ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കും, ആ ക്ലാസ്സിൽ അദ്ദേഹം 1 മണിക്കൂർ ക്ലാസ് എടുത്തപ്പോഴാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഒരു അമാനുഷികമായൊരു ഗ്രന്ഥമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട ദിവസം അന്നാണ്. ആ ദിവസം ഞാൻ മറക്കൂല, മനസ്സിലായി. പക്ഷെ അതിന് മുന്നേ ഞാൻ മദ്രസ പഠിക്കാഞ്ഞിട്ടല്ല, പോകാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കൊരു ബോധ്യം വരുന്നൊരു സമയം ഉണ്ടാവും ലൈഫിൽ. ആ ബോധ്യം കുട്ടികൾക്ക് വരുമ്പോൾ മാത്രമേ അവർ മാറൂ. ആ ബോധ്യം ആരുണ്ടാക്കണം? നമ്മൾ ഉണ്ടാക്കണം.
ആ ബോധ്യം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ നിരീശ്വരത്വത്തിലേക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഭാവിയിൽ പോകും. ഇന്ന് പോണതൊക്കെ എന്തെങ്കിലും സംശയം മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ ആ സംശയത്തിൻ്റെ ഒരു മറുപടി സ്വയം അറിയാത്തത് കൊണ്ടാണ് അവരതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അടിസ്ഥാന ബോധം, അഖീദയിലുള്ള അടിസ്ഥാന ബോധം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഏത് സമയത്തും അവർ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ പറയാൻ ശ്രദ്ധിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നല്ലൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാകണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾക്ക് അത്ഭുതകരമായ മറുപടി അള്ളാഹു നൽകിയത് പലപ്പോഴും പാരൻസിന് അനുഭവമായി പറയാനുണ്ടാവും. ഒന്ന് മനസ്സ് വെച്ച് അടുത്ത ഭാവിയിലെ അപകടങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് അരുതാത്തതെല്ലാം അനുവദിച്ചു കൊടുക്കാനുള്ള കാരണം മറ്റുള്ള കുട്ടികൾക്കിടയിൽ നമ്മുടെ കുട്ടി ഇടപഴകുമ്പോൾ അവനൊരു മാനസിക വിഷമം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. സമൂഹം അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു പരിധി വരെ അവർക്ക് അനുവാദം കൊടുക്കുന്നതിൻ്റെ സൈക്കോളജി അതാണ്. ഈ ചോദ്യത്തിലുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ആനുവൽ ഡേക്ക് എന്താണ്, പ്രോഗ്രാമിലുള്ള പേരുകൾ കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ സിംഗിൾ ഡാൻസിനുള്ള ആളുകൾ ആരൊക്കെയാണ്, ഒന്ന് പേര് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ പേര് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി സ്മാർട്ടായി ക്ലാസ്സിൽ നല്ല ഉഷാറുള്ളൊരു പെൺകുട്ടിയോട് ചോദിച്ചു, എൻ്റെ പേര് എഴുതിയാലോ ചോദിച്ചു. അപ്പോൾ എഴുതിയിട്ട് പറഞ്ഞു, എൻ്റെ പേര് എഴുതണ്ട, ഞങ്ങൾക്ക് ഈ മ്യൂസിക് പറ്റില്ല, ഡാൻസ് ഒന്നും പറ്റില്ല, അതൊക്കെ നമ്മളുടെ ഇസ്ലാമികമായ വിശ്വാസങ്ങൾക്ക് എതിരാണ്, അതുകൊണ്ട് വേറെ പ്രോഗ്രാമിന് ഞാൻ കൂടാ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കണത് ആ കുട്ടി എന്ത് ചെയ്യാച്ചാൽ രണ്ട് കുട്ടികൾ ചേർന്നിട്ടും ക്ലാസ് ടീച്ചർ ചോദിച്ചിട്ടും നിനക്കത് പറ്റുമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ആ കുട്ടി എന്ത് ചെയ്തു, നോ പറഞ്ഞു. അപ്പം ആ നോ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്കത് ബോധ്യമുണ്ട്, ഇതെനിക്ക് പറ്റില്ലെന്നത് ബോധ്യം. പക്ഷെ ആ ബോധ്യം ഇല്ലെങ്കിലോ, ഡാൻസിന് കൂടി വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് പറയാം ഡാൻസിന് കൂടി പറയുമ്പോൾ ഡാൻസിന് കൂടാൻ പറ്റില്ലല്ലോ മോളെ എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്താൽ അപ്പം ഉണ്ടാകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പറഞ്ഞ സിമ്പിളായിട്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പ്രകൃതി മതമാണ്. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അതിന് എല്ലാറ്റിനും നന്മയുടെ വശങ്ങളുണ്ട്, മഹാസിനുകൾ, എല്ലാറ്റിനും നന്മയുടെ വശങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ആ കുട്ടികൾക്ക് കുട്ടികളുടെ ഭാഷയിൽ മുതിർന്നവർക്കൊന്നൊരു ഭാഷയിലും പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കണം. പിന്നെ അവർ നല്ലൊരു പ്രായത്തിൽ നല്ലൊരു സമയത്തിൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പരിധി വരെ അത് അവർ ഉൾക്കൊള്ളും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു ശരിയുടെ കൂടെ നിൽക്കുന്നതിന് ഒരു ത്യാഗമുണ്ട്. അത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ഒരു അറിവാണ്. എവിടെ ഒരു ഓഫീസിൽ പോയി എല്ലാവരും കൈക്കൂലി വാങ്ങണം, കൈക്കൂലി വാങ്ങാതെ ഒരു ഉദ്യോഗസ്ഥനായി നിൽക്കണമെങ്കിൽ എല്ലാവരും കമ്മീഷൻ വാങ്ങണം, കമ്മീഷൻ വാങ്ങാതെ നിൽക്കണമെങ്കിൽ എല്ലാവരും നുണ പറയണം, നുണ പറയാത്തവനായി നിൽക്കണമെങ്കിൽ അതിനെന്ത് വേണം, അതാണല്ലോ നന്മ. ആ നന്മ ബോധം എന്ത് ചെയ്യണം, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഇല്ലാതെ ഒരാൾക്ക് നല്ല ആളാവാൻ പറ്റില്ല. മറ്റുള്ളവർക്കിടയിൽ നമ്മുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അതാണ് തൂബാലിൽ കുറബ, അപരിചിതർക്ക് മംഗളം. അപരിചിതർക്ക് മംഗളം എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ചെയ്യുന്നതിൽ നിന്ന് ഒരു വിദേശിയെ പോലെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഒന്ന് നമ്മൾ കൊടുക്കേണ്ടത്, നന്മകളുമായി നിൽക്കുമ്പോൾ നമ്മൾ വേറിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു ബോധം അതെല്ലാറ്റിലും ആവശ്യമായി വരും. രണ്ടാമത്തത്, അവരെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ നിങ്ങളെ ചോദ്യത്തിന് സൂചിപ്പിച്ച പോലെ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് ഞാൻ കുട്ടികളെ കാര്യം പറയുമ്പോൾ ബോധ്യപ്പെടുത്താത്തതൊന്നും കുട്ടികളെ കൂടെ നമ്മൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. ബോധ്യപ്പെടാത്ത ഒന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മൾ ബോധ്യപ്പെടാതെ ചെയ്യിപ്പിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫുഡ്, വീട്ടിലൊരു ഫുഡുണ്ട്, അപ്പോൾ കുട്ടി ഭക്ഷണം കഴിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വാരിയിട്ട് വായിൽ തിരികെ കൊടുക്കും. അല്ലെ, അങ്ങനെയല്ല ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ? ആ കുട്ടിക്കൊരു ഓംലെറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കുട്ടിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്തിനാ ഭക്ഷണം കുട്ടി കഴിക്കേണ്ടത്? കുട്ടി ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം എന്നുള്ളത് അത്രയും മനുഷ്യന് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനം കുട്ടി വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കത് വേണ്ടാഞ്ഞിട്ടാണ്. ഒന്നിൽ വിശപ്പില്ലാഞ്ഞിട്ടാവാം, ആ ഭക്ഷണം ഇഷ്ടപ്പെടാഞ്ഞിട്ടാവാം. നിങ്ങളിപ്പോൾ ഒരു അതിഥിയായി ചെന്നാൽ പോലും ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കൂ. അപ്പം എന്ത് ചെയ്യണം,
എല്ലാ കുട്ടികളും എന്ത് ചെയ്യുമ്പോഴും അത് അവർക്ക് ബോധ്യത്തോടെയും ഇഷ്ടത്തോടെയും ആവാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഡ്രസ്സ്, ഒരു പർദ്ദ പോലെ ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സിന് അവൾക്കിഷ്ടമുള്ളൊരു രൂപം ഉണ്ടാവും. അവൾക്കിഷ്ടമുള്ളൊരു പർദ്ദ ഉണ്ടാവും, അവൾക്കിഷ്ടമുള്ള ഒരു ചുരിദാർ ഉണ്ടാവും, അവൾക്കിഷ്ടമുള്ള ഒരു മഫ്ത ഉണ്ടാവും. നമ്മൾ അതിലും അവരുടെ ഇഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം, അവരുടെ ചോയ്സിനെ പരിഗണിക്കണം. അങ്ങനെ അവർ സെലക്ട് ചെയ്താകുമ്പോൾ അവർക്കത് ഇടുന്നതിൽ അഭിമാനം ഉണ്ടാവും, അവരത് അങ്ങനെ യൂസ് ചെയ്യും. ഒന്നിനും നമ്മൾ നിർബന്ധം പാടില്ല. എല്ലാം അവരെ ഇഷ്ടപ്പെടുത്തി ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കഴിയണം. അത് പ്രധാന കാര്യം. എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി വിടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ അവരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. നിങ്ങൾ കുട്ടീനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് വല്യമ്മാൻ്റെത്തും വല്യപ്പാരത്തും ആക്കിയിട്ട് പറഞ്ഞേക്കണ പരിപാടി ഉണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടുള്ള വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, അതായത് നിങ്ങൾ അവരെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് കുട്ടികൾക്ക് അവരെ കൊണ്ടൊരു ഉമ്മില്ലാത്തത് കൊണ്ട് ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും, മാക്സിമം സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുക്കും. മാത്രമല്ല, കുട്ടികൾ എന്ത് ചെയ്താലും നിങ്ങളെ അറിയിക്കൂല, നിങ്ങൾക്കൊരു വിവരവും എന്തെങ്കിലോ കിട്ടൂല. അപ്പം എന്ത് ചെയ്യും, കുട്ടികൾ അത്രയും സ്വതന്ത്രമായി ജീവിക്കും. ഞാനൊരു പയ്യൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പം അടുത്ത് വായിച്ചു. അപ്പം അവൻ ഇതേമാതിരി ഗൾഫിൽ നിന്ന് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യക്കുറവുണ്ടായപ്പോൾ അവൻ സ്വന്തം എഴുതാട്ടോ. അവൻ പറയാണ്, എനിക്കൊന്നൊരു ബാംഗ്ലൂർ പോയി ഒരു കോഴ്സ് എടുത്താലും തോന്നിയത്. എന്തിനാ ബാംഗ്ലൂർ പോകണം, എന്തിനാ കോഴ്സ് എടുക്കാനല്ല, ഒന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ അവൻ പോയത്. പക്ഷെ അവിടെ ചെന്നെങ്കിലും എന്താ വെച്ചാൽ, അവൻ ഇവിടെയൊക്കെ ജീവിച്ചതിൻ്റെ ഒരു നനവുണ്ടാവുമല്ലോ മനസ്സിൽ. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് വല്ലാതെ ഒന്നും അവന് ജോലിയാക്കാൻ പറ്റിയില്ല, ആ മനസ്സാക്ഷി കുത്തോണ്ട് പറ്റിയില്ല. ഏറ്റവും പറയാണ്, ഓൻ തിരിച്ചു പോരുന്ന സമയത്ത് എന്ത് ചോദിച്ചാൽ, പോരുന്ന ഗതാഗതം തടസ്സപ്പെട്ടു, അവിടെ നിന്ന് പോരാൻ പറ്റിയില്ല. അപ്പം എന്താ വെച്ചാൽ എല്ലാ ട്രെയിനും എല്ലാം മുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ, ഇവന് ഈ മൊബൈലിൽ എന്താ വെച്ചാൽ നമ്മൾക്ക് പോരുന്ന ആളുകൾ ലിഫ്റ്റ് വിൽക്കും. അതായത് ആരെങ്കിലും അവിടുന്ന് പോരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവരത് ഇതിലിടും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ബുക്ക് ചെയ്താൽ ഓരോ സമയത്ത് വിളിക്കും, ആ കാറ് കയറി പോരാ, അവർക്കൊരു വാടക കൊടുത്താൽ മതി. അങ്ങനെ ഒരു സീറ്റാണ് ഇവന് കിട്ടിയത്. അങ്ങനെ സീറ്റ് കിട്ടിയവരയിൽ കയറി പോന്നൊക്കെ പരിചയപ്പെട്ട് വന്ന് ഒരു ലേഡി ഉണ്ട്, അതേപോലെ ഇവനും പിന്നെ ഡ്രൈവറും, 3 പേരാണ്. അപ്പോൾ അവരെന്ത് വെച്ചാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ രണ്ടാളും എന്ത് ചെയ്തു, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അവരെന്ത് ചെയ്തു, അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഇവൻ ഇതുവരെ ഉപയോഗിക്കാത്ത സാധനമാണ്. അപ്പോൾ അവനെന്താ വെച്ചാൽ, കമ്പനി ആകുമ്പോൾ 2 ആൾ പറയുമ്പോൾ 3-ാമത്തെ ആൾ ഉപയോഗിക്കില്ല. പക്ഷെ എന്നാലും അവനെന്താ വെച്ചാൽ, ഇത് എന്തായിരിക്കും ഇതിൻ്റെ അപകടം എന്ന് അറിയാത്തതുകൊണ്ടും തീരെ അതിനെപ്പറ്റി പരിചയമില്ലാത്തതുകൊണ്ടും ഒരു അപരിചിതനായ ആൾ തരുന്നത് കൊണ്ടും എന്ത് ചെയ്തില്ല, അവൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവനത് ഉപയോഗിച്ചില്ല. അപ്പോൾ അവൻ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് കിട്ടുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പ്രശ്നമില്ലാത്തവനും എന്ത് ചെയ്യും, നമ്മളതല്ലാത്തൊരു സ്ഥലത്ത് പോയാൽ അപകടത്തിൽ പെടാം. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതുവരെ ശ്രദ്ധിച്ചെങ്കിലും ആ വണ്ടിയിൽ വെച്ച് അവൻ അതിൽ പെട്ടുപോകേണ്ടതാണ്. പക്ഷെ എന്നാലും അവൻ്റെ ഒരു കാവലുകൊണ്ട് അവൻ ഇത് രക്ഷപ്പെട്ടു പോയി. ഇപ്പം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് ക്യാമ്പസിലാണെങ്കിലും ഏത് കുട്ടികൾക്കും എന്താണ് ഒരു മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള 100% സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ, അവിടെ പോയിട്ട് അവന് നല്ലൊരു ഗാർഡിയൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പും, രണ്ടാമത്തത് അവൻ എവിടെ പോയാലും അവൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കും എന്ന് അവനെക്കുറിച്ച് നിങ്ങൾക്ക് 100% വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വതന്ത്രമായൊരു സ്ഥാപനത്തിൽ അവനെ നമുക്ക് വിടാൻ പറ്റൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങളിതിനെ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യുക. കുട്ടികളിങ്ങനെ വളരുമ്പോൾ ഏത് ക്ലാസ്സിലെത്തും എന്നൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ഏകദേശം ഒരു +1 ഇവിടെ പറ്റൂലെങ്കിൽ +1 ആകുമ്പോഴേക്കിന് വൈഫിനെയും കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഫാമിലി അടക്കം സെറ്റ് ചെയ്യാൻ പറ്റും നോക്കുക, അല്ലെങ്കിൽ വൈഫിനെങ്കിലും അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമെന്ന് എന്ത് ചെയ്യണം നോക്കണം. ഇത് പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇപ്പം മുമ്പ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ആൾക്കാരും ഒന്നില്ലെങ്കിൽ കുടുംബം കാലാകാലം നാട്ടിൽ നമ്മൾ 2 വർഷം കൂടുമ്പോഴൊക്കെ പോകും, അങ്ങനെയല്ലേ പ്രവാസികളുണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്ത് മാറി, മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, ഫാമിലിയെ കൊണ്ടുവരുന്ന അവസ്ഥയ്ക്ക് എത്തി. എന്നാൽ വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ കൊടുക്കുന്ന ഫ്ലാറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വാടകയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന് പോയി വരാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരാഴ്ചത്തെ ലീവ്, 10 ദിവസത്തെ ലീവിനൊക്കെ പോയിട്ട് സ്വന്തം ബിസിനസ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ഐഡിയാസാണ്. നമ്മൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രവാസ ജീവിതം എപ്പോഴും പ്രശ്നമായിടുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യണം. ഇനി ഒരു സാധ്യത ഇല്ലാന്ന് വിചാരിക്കരുത്, സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായി, കുറച്ച് നമ്മൾക്ക് സാമ്പത്തികമായി നഷ്ടമുണ്ടായാലും
നമ്മുടെ ഫാമിലിക്ക് അത് ബെനിഫിറ്റ് ആവുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതിനുള്ളൂ. ഇവിടെ കൊടുന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുക. കഴിയണതും എന്താണെന്ന് വിചാരിച്ചാൽ നാട്ടിൽ തന്നെ തുടർന്ന് വരുന്നവർ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോകും. ഒരു SLC വരെ ഇവിടെ വന്നിട്ട് പിന്നെ +1 പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ ഒരു നല്ല ഗാർഡിയൻ അവിടെ ഉണ്ടാവണം. എവിടെ പോയാലും നമ്മുടെ കുട്ടിക്ക് തെറ്റിലേക്ക് പോവാതിരിക്കാനൊരു വിശ്വാസം നമുക്കുണ്ടാകണം. അതിന് കുറച്ചും കൂടിയും പിന്നെ ഒരു മൂന്നാമത്തെ ഒരു വഴി ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ ക്യാമ്പസുകളിലൊക്കെ നമ്മളെ പ്രവർത്തകന്മാരായ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ധരിച്ചു ഇനി അഥവാ ഒരു മംഗലാപുരത്തോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി ആക്കുന്ന നിർബന്ധാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു ആഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയി താമസിക്കുക. ഇവൻ്റെ കോളേജിൻ്റെ പരിസരത്ത് പോയിട്ട് എന്ത് ചെയ്യുക, 1-2 ആഴ്ച താമസിക്കുക. എൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞത്. താമസിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതവിടെ സിറ്റുവേഷൻസ് പഠിക്കുക. അവിടെ എവിടെയാണ് പള്ളി ഉള്ളത്, ആ ക്യാമ്പസിൽ ആരൊക്കെയാണ് ദീനിയായിട്ടുള്ള നമ്മുടെ കുട്ടികളുള്ളത് ഒക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന് പറ്റുന്നൊരു ഹോസ്റ്റൽ സൗകര്യം, അതിന് പറ്റുന്ന ഫ്രണ്ട്സ്, അതിന് പറ്റുന്ന ആളുകൾ, അവിടെ പ്രാദേശികമായി ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഓലെ ഒരു ലോക്കൽ ഗാർഡിയൻ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു മെൻറ്ററായി നിശ്ചയിച്ചു കൊടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്യണം, നമ്മളവിടെ കൊണ്ടാക്കി പിന്നെ അവനായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. അതിനുപരി എന്ത് ചെയ്യാൻ. ഇപ്പം എനിക്കൊരു രക്ഷാവൻ അറിയാൻ പറ്റും. ഇപ്പം അവൻ ഞങ്ങളെ പള്ളിയിൽ ഇമാമാണ്, മനസ്സിലായി. ആ പയ്യൻ അവിടെ എന്ത് ചെയ്യാണ്, പിന്നെ ഫാം ഡിക്ക് പഠിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ അവൻ ഇമാമാണ്. അവനെങ്ങനെ അവന് പിന്നെ തമിഴ്നാട്ടിലാണ് അവൻ പഠിച്ചത്, ഹിഫിലൊക്കെ. തമിഴ്നാട്ടിൽ അവൻ +2 2 വർഷം അവനും അനുജനും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് വൈഫിനെ അവിടെ താമസിപ്പിച്ച്. അയാൾ ഇവിടെ ജോലിയാണ്, വൈഫിനെ അവിടെ ഫ്ലാറ്റിൽ താമസിപ്പിച്ചു. എന്നിട്ട് വൈഫിൻ്റെ കൂടെ നിന്നിട്ടാണ് ആ കുട്ടികൾ എന്തായത് കോളേജ് +2 പോയതും അതേപോലെ തന്നെ അവർ ഹിഫിലാക്കിയതും. അവിടെ വെച്ചാൽ ആ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ നേരെ അവനെ തിരിച്ചു കൊണ്ടുവന്നിട്ടും അവനെ താമസിപ്പിച്ചത് എവിടെ അറിയങ്ങൾ, ഞങ്ങളെ പള്ളിക്ക് ഒരു ഹോസ്റ്റൽ സംവിധാനം ഇല്ല. പക്ഷെ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലെ റൂം നമ്മൾ എടുത്തു കൊടുത്തിട്ട് 4 കുട്ടികളെ അതേപോലെ ഞങ്ങൾ താമസിപ്പിച്ചു, പള്ളിൻ്റെ അടുത്ത് താമസിപ്പിച്ചു. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അവൻ അവിടെ നിൽക്കുമ്പോൾ ഹാഫിലുമാണ്, നല്ല ഓതാനും അറിയുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയൊരു സാലറി കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തു, പള്ളിയിൽ ഇമാമാക്കി. ഇപ്പം ഫാം ഡി 2-ാമത്തെ 3-ാമത്തെ വർഷമാണ്. അവൻ അതേ കൾച്ചറിൽ പോകുന്നു. അത് പാരൻസിന് അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് നടന്നാണ്, അല്ലെങ്കിൽ ആരാ ചെയ്യുക അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയാണെങ്കിലും നിങ്ങളുടെ പാരൻറ്റിങ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ റൂട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കണം, മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം വേണം, അത് കുറച്ച് റിസ്ക് എടുക്കണം, ചെറിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ചിലപ്പോൾ വൈഫൊന്ന് മാറി നിൽക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമായിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ റിസ്ക് എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് ഭാരം കൂടും. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നമുക്ക് എന്ത് ആശയങ്ങളാണെങ്കിലും നമുക്ക് കുട്ടികളിലേക്ക് അത് കൺവിൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന അതേ ആശയങ്ങൾ നമ്മൾ ഈ 5 വയസ്സും 6 വയസ്സും 7 വയസ്സും ആയ കുട്ടികൾക്ക് നമുക്ക് നൽകാൻ പറ്റും. അതിന് കുട്ടികളുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്. എൻ്റെ മനസ്സിലുള്ള അതേ ആശയം തന്നെ കുട്ടിക്ക് കിട്ടും, പക്ഷെ അതിന് കുട്ടികളോട് സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ട്. എനിക്കൊന്ന് നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങൾ സംസാരം നിരീക്ഷിച്ചാൽ ഒരു പക്ഷെ നമ്മളെക്കാളും പക്വമായിട്ട് അവർ സംസാരിക്കുന്ന ഒരു പക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും. കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും പല മറുപടികളും അതെത്രമാത്രം ലോജിക്കുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ അങ്ങനത്തെ രൂപത്തിൽ കുട്ടികളത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള. ഇപ്പം എന്ത് നമസ്കാരം ശരിക്കും എന്താണ്? നമസ്കാരം എന്താണ്? നമ്മളൊക്കെ നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു നിർബന്ധിതാവസ്ഥ കൊണ്ടാണോ നിസ്കരിക്കുന്നത്? നിസ്കാരം തന്നെ ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ നബി പറഞ്ഞില്ലേ ഖുറത്തു ഐനി ഫി സ്വലാത്ത്, നിസ്കാരത്തിലാണ് ഞാൻ ഭയങ്കരമായി സന്തോഷം അനുഭവിക്കുന്നത്. അതായത് ശരിക്കും എൻജോയ് ചെയ്യണത് ലൈഫിൽ ഏറ്റവും. ഇപ്പം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിക്കലിൽ ഇടയ്ക്ക് എന്തെങ്കിലും പമ്പിൽ ഇറങ്ങി ഒരു ചായ കുടിക്കും, അതൊരു എൻജോയ്മെൻ്റ് അല്ലേ? ചായ കുടിക്കണം അല്ലേ? ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുക, കുറച്ചേരം നിർത്തിയിടുക. ഇതേപോലൊരു പരിപാടിയാണ് ലൈഫിൻ്റെ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഈ ബ്രേക്ക് ഉണ്ടല്ലോ. അത് ശരിക്കും അതിന് അരിഹ്ന ബിഹയാ ബിലാലെ വരൂ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സന്തോഷിക്കാൻ എന്നിട്ടാണ് നിസ്കരിക്കാൻ വിളിച്ചത്. കാരണം നിസ്കാരത്തെ കുറിച്ച് നമുക്കൊന്നും ആ കാഴ്ചപ്പാടല്ലേ ഉള്ളൂ. എങ്ങനെ നിസ്കാരത്തിൽ നമുക്ക് ആ സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് മുഴുവൻ ടെൻഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നടക്കുകയാണ്. അതാണ് നമ്മുടെ ലൈഫ്. നമ്മളെപ്പോഴും ചെയ്തൊരു പ്രവൃത്തി എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൻ്റെ
ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നടക്കണം. മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും എന്തെങ്കിലും ടെൻഷനിലാണ്. കാരണം ഇത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നിർത്താതെ ചെയ്യുന്നൊരു പരിപാടി അത് മാത്രം. ഇനി അത് എപ്പോഴെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ചില വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് ആവും, അതുണ്ടാവും. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാണ് നിസ്കാരം ചെയ്യുന്നത്. കാരണം നിസ്കാരത്തിൽ അത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമാണ്. പിന്നെ ആ ഒരു നമ്മൾ നിസ്കാരം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 5 മിനിറ്റ് ആണെങ്കിൽ ആ 5 മിനിറ്റ് ദുനിയാവിനെ ബ്രേക്ക് ചെയ്യാൻ പഠിക്കലാണ് നിസ്കാരം. അത് വേറൊന്നും ചിന്തിക്കാൻ, അപ്പം നിസ്കാരം ഭയങ്കര എൻജോയ്മെൻ്റ് ആയി. കാരണം ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര ആസ്വാദനം നമുക്കുണ്ടാകും. ലഹരി കിട്ടുമ്പോൾ അതാ ഉണ്ടാവുന്നത്. വേറെ ചിന്തയൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കര സ്വർഗ്ഗമായി തോന്നും. ലഹരിക്ക് ഉറങ്ങുമ്പോൾ അതാ സംഭവിക്കണേ. വേറെ തോട്ടൊന്നും ഇല്ലാത്തപ്പോൾ ഉറക്കം ഭയങ്കര ആസ്വാദനകരവും. നിസ്കാരം എങ്ങനെ ബോധത്തോടു കൂടെ എന്ത് ചെയ്യാണ്, ദുനിയാവിനെ ബ്രേക്ക് ചെയ്യണതാണ് എന്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതാണ് അവർ അള്ളാഹിനെ കുറിച്ച് കുറച്ചേ ചിന്തിക്കുന്നുള്ളതാണ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ആ നിസ്കാരം തുടങ്ങി അവസാനിക്കുന്ന വരെ അള്ളാഹിനെ പറ്റി ചിന്തിക്കാം. അപ്പോൾ നിസ്കാരത്തിൽ കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് ശരിക്കും എന്താ വെച്ചാൽ ഒരാൾ അനുഭവിച്ച് ശീലിക്കുകയാണെങ്കിൽ അയാൾ അടുത്ത വക്ത് വരാൻ ഇങ്ങനെ ആഗ്രഹിക്കും. അല്ലാത്ത ആളുണ്ടെങ്കിലും ഇപ്പോഴും ലോറ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇങ്ങനെ അസറായോ എന്ന് ആലോചിക്കും. അങ്ങനെയാണ് ആലോചിക്കും. ആ വ്യത്യാസം ശരിക്കും എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പം നമ്മൾ നിസ്കാരം എന്നുള്ളത് ആ പ്രാർത്ഥന, ആ ഒരു ധ്യാനം, അതിൻ്റെയൊക്കെ ശരിക്കുള്ള ഒരു ആസ്വാദനം ചെറുപ്പം മുതൽ തന്നെ എന്ത് ചെയ്യണം. ആ കുട്ടികൾ അങ്ങനെ ശീലിച്ചാൽ അവർ നമ്മളെക്കാളും വളരെ പിന്നെ കോൺസെൻട്രേഷനോടുകൂടെ അത് ചെയ്യും. പക്ഷെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ കടമ നിർവഹിക്കൽ നിർബന്ധമാണെന്നതിലേക്ക് നമ്മൾ വിളിച്ചുണർത്തിയിട്ടും ഏറ്റങ്ങാറായിട്ടും യൂണിഫോം മാറ്റി സ്കൂൾക്ക് പോകാൻ നിൽക്കുമ്പോഴൊക്കെ നിസ്കരിപ്പിച്ച് സമയം നോക്കാതെ ആ കടമ കഴിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഓരോ ശീലിപ്പിച്ചത്. അതുകൊണ്ട് അതന്നെ അവർക്കും നിസ്കാരത്തിലുള്ള കാഴ്ചപ്പാട് അത്രയും ഉണ്ടാവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളും അവർക്ക് അതിൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിലേ അതവരുടെ ശീലമായി മാറുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് സൗകര്യം കിട്ടി അവർ നിർത്തും. നിങ്ങൾ 10 കൊല്ലം നിസ്കരിപ്പിച്ചാലും 11ാമത്തെ കൊല്ലം അവന് നിങ്ങളെ മുന്നിൽ നിന്ന് നിസ്കരിക്കാതെ രക്ഷപ്പെടാൻ അവസരം കിട്ടിയ നിസ്കാരം അവിടെ ബ്രേക്ക് ചെയ്യും. അവൻ്റെ ഒരു ഭാഗമായി താല്പര്യത്തോടെ നിർവഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കും. കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുക ഹവ എന്നാണ് പറയാം. അങ്ങനെ ഹവ അതല്ലേ, എന്താണോ വേണ്ടത് അത് കുട്ടികളുടെ ഇഷ്ടമാക്കി മാറ്റുക എന്നാണ് ഞാൻ പറയണത്. ഒക്കെ രണ്ടും വേറെ മനസ്സിലാവേണ്ട ഒരു കാര്യം. എന്താണോ ഇസ്ലാമിക ഡ്രസ്സ് എന്താണ്, ആ ഡ്രസ്സ് കുട്ടിൻ്റെ ഇഷ്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റാൻ പറ്റണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഇന്ന് നാട്ടുകാരന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തല്ല. ആ ഡ്രസ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ പർദ്ദ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും അത് കുട്ടിക്ക് ഇഷ്ടമുള്ള പർദ്ദ എന്ത് ചെയ്യണം, വാങ്ങിക്കൊടുക്കണം. അത് അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടുള്ളതാവുക എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചപ്പാടാവില്ല, കുട്ടിക്ക് ചിലപ്പോൾ വിശുദ്ധ കാഴ്ചപ്പാടുണ്ടാവും. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ നമ്മുടെ കുട്ടികളുടെ കൂടെ താല്പര്യമായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം. എല്ലായിടത്തും മിക്സഡ് ആണല്ലോ, അല്ലെ? എല്ലായിടത്തും ആൾക്കാർ മിക്സഡ് അല്ലേ? നിങ്ങൾ ഫ്ലൈറ്റ് കയറിയാൽ മിക്സഡ് അല്ലേ? എയർപോർട്ടിൽ മിക്സഡ് അല്ലേ? ഹോസ്പിറ്റലിൽ മിക്സഡ് അല്ലേ? ഇപ്പുറത്തെ റൂമിൽ അപ്പുറത്തെ റൂമിൽ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒക്കെ. അപ്പോൾ ഒരു മിക്സഡായ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ എന്താ വെച്ചാൽ മിക്സഡായി തന്നെ സൂക്ഷ്മത പാലിച്ച് പരിചയപ്പെടാൻ വേണ്ടതെന്നാണ് നമ്മളെ കാഴ്ചപ്പാട്. ശരി, വേറിട്ട് നിൽക്കുന്നതോട് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേറിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട്. അപ്പോൾ മിക്സഡായി ജീവിച്ച ഒരു കുട്ടി അവളും അവനും ഡിസിപ്ലിനോട് കൂടെ ജീവിച്ച് ശീലിക്കാനാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായിക്കൊണ്ടു. ഞാനിപ്പം കൗൺസിലിംഗ് ഒന്നും ചെയ്യില്ല, പക്ഷെ 10-20 കൊല്ലമായിട്ട് ഞാൻ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടികളെ വരുന്ന സമയത്ത് ചോദിക്കലുണ്ട്, അവർക്ക് എന്തെങ്കിലും ഈ പഠിക്കുന്ന കാലത്ത് വല്ല അഫെയറുകളും കൊണ്ടുവന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പിന്നെ ഇതുവരെ ഒരു ആൺകുട്ടിയായിട്ടും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ പെൺകുട്ടികളെ എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അതില്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് കിട്ടിയ ഉത്തരങ്ങളിൽ ഏറ്റവും അധികം കുട്ടികൾ പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ, എൻ്റെ ഉമ്മ എന്നോട് സ്കൂളിലേക്ക് പോണ സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞാണ്, നിൻ്റെ അടുത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ പോർക്കും, പക്ഷെ നീ ഒരു ആൺകുട്ടീനായിട്ട് ഒരു ഫ്രണ്ട് ഒരു ആൺകുട്ടി എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വന്നാൽ എനിക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, യോജിക്കാൻ പറ്റില്ല. എന്നിട്ട് അതിൻ്റെ അപകടങ്ങൾ എന്ത് ചെയ്തു ഉമ്മ പറഞ്ഞു. ഞാൻ ആ ഉമ്മൻ്റെ വാക്ക് ഏതൊരു ആൺകുട്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പോഴും പരിധിയിലപ്പുറത്തേക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പിന് വന്നാൽ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യും. ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല. അതൊരു പെൺകുട്ടിൻ്റെ കെയറാണ്. അവളെ ശ്രദ്ധ കൊണ്ട് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ പറ്റൂ, വേറെ ഒന്നും പ്രതിരോധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, പ്രകൃതിപരമായിട്ട് അവൾക്ക് അങ്ങനെ ഒരു പുരുഷനോട് താല്പര്യമില്ലാതിരിക്കണം. അല്ലാത്ത ഏത് മനുഷ്യനും സംഭവിക്കും.
പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് അതിനെപ്പറ്റി ബോധം ഉണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിച്ചാലും അതിൽ പോകില്ല. കാരണം അത്തരം സ്വഭാവത്തോട് കൂടി വരുന്ന ആൺകുട്ടികളുടെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശവും മനസ്സിലാക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റില്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെടുന്ന ഉറപ്പാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു 12-15 വയസ്സായ നിങ്ങളുടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു 1 ഡേ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുക, ഇവിടെ സംഘടിപ്പിക്കണം. എന്നിട്ട് ഈ പെൺകുട്ടികൾ അറിയേണ്ട, ഇന്നത്തെ മിക്സഡ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് കൊടുത്താൽ, നമ്മൾ ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അത് ബോധ്യപ്പെടുന്നവർ വേറെ, അത് പെൺകുട്ടിയൊക്കെ പറ്റും. കാരണം ഞങ്ങൾ ഈ വിഷൻ എന്ന് പറഞ്ഞ് ഗേൾസിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു നാട്ടിൽ വെക്കേഷൻ സമയത്ത്. അങ്ങനത്തെ ക്യാമ്പൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങളതിൽ പങ്കെടുപ്പിക്കണം നല്ലതാണ്. ആ സമയത്ത് കുട്ടികളെ ഒന്ന് പറഞ്ഞയച്ചിട്ട്. അപ്പോൾ ആ വിഷൻ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായപ്പോൾ ഒരിക്കൽ നമ്മുടെ ദാറുൽ ഖുർആൻ തിരൂര് വെച്ചിട്ടാണ് നടന്നത്. അപ്പം എനിക്കതിൻ്റെ ഒരു അനുഭവം, ഞാൻ ഈ അഫെയറും ഒക്കെ സംബന്ധമായ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് മുറ്റത്ത് ഇങ്ങനെ ഈ ഈന്തപ്പനൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റോറം അങ്ങനെ ചെറിയൊരു ഇരിക്കാനൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞാനെന്താ വെച്ചാൽ തിരിച്ചു വണ്ടി കയറുന്ന വരെ എന്താണ് ഞാൻ അവിടെ വെറുതെ ഒന്ന് ഇരിക്കരുത്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടപ്പോഴേക്കും എന്താ വെച്ചാൽ ഈ ക്യാമ്പിലുള്ള പെൺകുട്ടികൾക്ക് ഇൻ്റർവെല്ലാണ്, ഒരു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ ഓരോരുത്തരെ മാറ്റിയിരുത്തി കുറേ സമയം സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ അഫെയർ ഒഴിവാക്കിയത് പറയാൻ വേണ്ടിയിട്ട് ഇത് വരാം. ക്ലാസ് കഴിഞ്ഞിട്ട് അഫെയർ, നമ്മൾ ഈ അഫെയർ ഒഴിവാക്കാൻ അത്ര എളുപ്പമുള്ള പണിയല്ലേ. പക്ഷെ ഒരു ക്ലാസ് കേട്ടിട്ട് അവർക്കത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഇത് മുൻകൂട്ടി അവർക്കൊരു ധാരണ കൊടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയായി പോയി പെടില്ല. കാരണം ഒരു ലൈഫ് കൊണ്ടുപോയിട്ട് ഒരാൾക്ക് നശിപ്പിക്കാനാണ് കൊടുക്കലാണ് എന്ത് അഫെയർ ആണ്. നമ്മളെ ലൈഫ് ഒരാൾക്കാണ് കൊടുത്തിട്ട് കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയലാണ് ഇത്. അത് അവർക്ക് ബോധ്യപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടി തയ്യാറാവില്ല. പക്ഷെ അങ്ങനെ ഒരു ബോധ്യം നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളെ നാട്ടിലത്തെ മാരില്ല, നമ്മൾ വിചാരിക്കും അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല. ഫ്രണ്ട്ഷിപ്പ് ഏകദേശം ഒന്ന്, ഈ പെൺകുട്ടികൾ എങ്ങനെ നിങ്ങൾ ഒരു ആണുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ അത് അറിയണമെങ്കിൽ തന്നെ അവൾക്ക് എത്രയോ സമയം പിടിക്കും. കാരണം ആൺകുട്ടികളെ മനസ്സിലത് ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികൾക്ക് എന്താണ്, ഒരു ഓൺലി ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ തോന്നുള്ളൂ. അതുകൊണ്ട് ഒരു അപകടം അവളതിൽ കാണൂല. അത് ഏകദേശം ഒരു അപകടാവസ്ഥയ്ക്ക് എത്തുമ്പോഴേ അവളത് തിരിച്ചറിയുകയും ചെയ്യുള്ളൂ. ഒരു ബാഡ് ടച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേ തിരിച്ചറിയുള്ളൂ. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആൺകുട്ടികളെ പിന്തിരിപ്പിച്ചാലും പലപ്പോഴും പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ നിങ്ങൾ എൻ്റെ കുട്ടി അങ്ങനെ ആവില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലേ, എൻ്റെ മോൾ അങ്ങനെ ആവില്ല എന്ന് വിചാരിച്ച് പോകരുത്. അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് അതിനുള്ള അവയർനെസ് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ക്യാമ്പ് രൂപത്തിൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടി വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് അതിനെ പറ്റിയൊരു ബോധം. ഇപ്പം ഗേൾസിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ കാര്യം. ഗേൾസിൽ തന്നെ, നമ്മുടെയൊക്കെ നാട്ടിൽ ഗേൾസിൽ തന്നെ അങ്ങനെ കുട്ടികളെ കൂടെ നിന്ന് അവർക്കൊരു മെൻറ്ററായി നിന്ന് ക്ലാസ്സൊക്കെ കൊടുത്ത് അവരെ കൗൺസിലിങ് ചെയ്തൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ഗേൾസ് വിങ് ഒക്കെ വളരെ ശക്തമാണ്. ഇപ്പോൾ ഇവിടെ ഗേൾസ് വിങ് ഉണ്ടെന്ന് വേണം, നമ്മൾ അതിൻ്റെ കീഴിൽ സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ അവരെന്ത് ചെയ്യും, ഫാക്കൽറ്റീസിലേക്ക് അറേഞ്ച് ചെയ്യും. ചിലപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ലഭ്യമാകും. കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജിലും പുതിയ കാലത്തിനനുസരിച്ച് അവരോട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ പറ്റി അവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. മനസ്സിലായി? ആ ബോധം കൊടുക്കാതെ മദ്രസ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ലേണിംഗ് ക്ലാസ് പോയിരുന്നു ഒന്നും പറഞ്ഞങ്ങാട്ടില്ല. എന്താണോ അവരറിയേണ്ടത് അതവരെ പഠിപ്പിക്കണം. അതിനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം എന്നാണ്. നമ്മളൊക്കെ നന്നായത് ഏത് ഹിജ്റാന്ന് എല്ലാവരും ആലോചിച്ച് നോക്കി. നമുക്ക് 25-ാം വയസ്സിൽ 30-ാം വയസ്സിലൊക്കെ നന്നാകാൻ പറ്റുമെങ്കിൽ കുട്ടികൾക്ക് 10-ാം വയസ്സിൽ നന്നാകാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതെങ്ങനെയെന്ന് വിചാരിച്ചാൽ, നമുക്ക് ചെറുപ്പം മുതൽ തന്നെ സാധിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ശ്രദ്ധിച്ച് പോരുകയാണെങ്കിൽ അത് വളരെ ഈസിയാണ്. മനസ്സിലായി? ഇപ്പോൾ ഒരു 10 വയസ്സാണെങ്കിലും 15 വയസ്സാണെങ്കിലും ഒക്കെ എന്തെയും എന്തെങ്കിലും ഒരു അപകടം വരുന്നതിന് മുമ്പ് നമ്മളെന്താണ് ശ്രദ്ധിച്ച് തുടങ്ങിയാൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ, ഈ മിക്കവാറും ഉമ്മാരും മക്കളും തെറ്റായിരുന്നു അല്ലേ. ഉമ്മാരും മക്കളും തമ്മിൽ എപ്പോഴും അടിയൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഉമ്മയാണ് കുട്ടിയുടെ വിഷയങ്ങളെ കൂടുതൽ എന്താണ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ആ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുക ആരായിരിക്കും, ഉമ്മയായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇടപെടുന്ന പ്രശ്നമാണ്. നിങ്ങൾക്ക് ആർക്കും ഇടപെടാൻ അറിയില്ല. അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം. മക്കളെ ഡീൽ ചെയ്യാന്നുള്ള പരിപാടി ആർക്കും അറിയില്ല. അതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ പഠിച്ചാൽ ബാക്കിയൊക്കെ. മക്കളെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ മക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ്. ശത്രുക്കളായി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ
കാണുന്ന എല്ലാ മൂല്യങ്ങൾക്കും എല്ലാറ്റിനും എതിരായിരിക്കും അവർ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്സസ് ഉണ്ടാവൽ നല്ല ബന്ധത്തിലൂടെയും സ്നേഹത്തിലൂടെ ഉണ്ടാവും. പിന്നെ പിന്നെ നിങ്ങളെ കുട്ടീനെ കൊണ്ട് ഇപ്പോൾ അടുക്കളയിലെ ജോലി നിങ്ങളെ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കണം വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ സർവൻസ് ഒന്നും ഉണ്ടാവില്ല, മിക്കവാറും മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. മൂത്ത കുട്ടീനെ കൊണ്ട് താഴത്തെ കുട്ട നോക്കിക്കൂ, എന്ത് ചെയ്യും, അടുക്കള. അപ്പോൾ അതുകൊണ്ട് എന്താ വിചാരിച്ചാൽ നിങ്ങളെ കുട്ടീനെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടത് എന്നാൽ ഇതൊക്കെ ചെയ്യലൊരു നിർബന്ധം നിലക്ക് എന്ത് ചെയ്യണം, ആ കുട്ടി കളിക്കുന്ന സമയത്തോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ വിളിച്ചു കൊണ്ടുവന്നിങ്ങാട്ട് പണിയെടുപ്പിക്കുക എന്നുള്ള എന്താ വെച്ചാൽ ആ കുട്ടിക്ക് വീട് തന്നെ ഒരു ശല്യമായി മാറും. ഞാൻ പറയാം അതൊക്കെ നല്ല പ്രോത്സാഹനങ്ങളിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അതിനൊക്കെ ചില അവാർഡുകൾ പറഞ്ഞ് ചില സമയത്ത് ഇപ്പോൾ നാളെ എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യണം, എല്ലാവരും ഒരു സഹകരണം ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നാളെ ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്നാണ് ഭക്ഷണം അല്ലേ, ഇവിടെ ഒന്നും പുറത്തു നിൽക്കാറില്ലേ നമ്മളറിയാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഭക്ഷണം നമ്മൾ ഓഫർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യും, സാധനത്തും രാവിലെ നമ്മൾ എന്ത് ചെയ്യും, മൊത്തം ഇവിടെ ഒരു ക്ലീനിങ് ആണ്, സേവനവാരം എന്നറിയാം നമ്മുടെ നാട്ടിലൊക്കെ, ആ പരിപാടിയാണ് അറിയും. അപ്പം എന്താ നിങ്ങൾ ഒരു മാനസികമായി പ്രിപ്പയർഡായി നാളെ അങ്ങനെ ചെയ്യാൻ, അതിനൊരു ഓഫറുണ്ട്. നേരെ മറിച്ച് എന്താ വെച്ചാൽ നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യും, രാവിലെ എഴുന്നേറ്റ് എന്ത് എല്ലാവരും വരും നമ്മൾ വിളിച്ചാൽ എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഒന്ന് സുന്ദരമായിട്ട് ഗെയിം കളിക്കാൻ ചോദിച്ച ദിവസം ഇപ്പോൾ ഉമ്മ വെറുതെ ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചു. കാരണം ആ കുട്ടിൻ്റെ ഒരു ഒഴിവ് ദിവസം മുഴുവൻ നമ്മളെന്തായി നശിപ്പിച്ച് കാണും. ഈ പരിപാടി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു രൂപം ഉണ്ടാകും. എക്സാം വരാൻ പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ആ എക്സാമിൻ്റെ 4 ദിവസങ്ങൾ വായനയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ സമയമാണ് എന്നുള്ളത് 3 ആഴ്ച മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ ആ കുട്ടി മാനസികമായി അന്നൊരു പരീക്ഷ നാളെ പരീക്ഷയിലാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന കുട്ടികളെ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അവർക്ക് താല്പര്യപ്പെടുത്തി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ അവർക്ക് ക്ലീനാക്കി വെക്കാനും ഒക്കെ എന്ത് ചെയ്യണം, അതിലൊക്കെ പ്രോത്സാഹനം. അപ്പോൾ ഒരിക്കൽ ക്ലീനാക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ദിവസം അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ശരിക്കും വെച്ചു, അല്ലെങ്കിൽ സ്കൂൾ ബാഗ് കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്ത് വെച്ചാൽ എന്ത് ചെയ്യും, അന്നോനൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി അല്ലേ, ഇന്ന് ഉഷാറായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കും. മറ്റേ നമ്മൾ വന്നാൽ ബാഗ് വെക്കേണ്ടടുത്ത് ബാഗ് വെക്കണം എന്നുള്ളത് നിങ്ങൾ 365 ദിവസം പറഞ്ഞാലും ബാഗ് അവിടെ കൊണ്ടുപോയി. നേരെ മറിച്ച് ഒരു ദിവസം അവൻ വെച്ചപ്പോൾ അവനെ ഒന്ന് പ്രശംസിച്ചാൽ അവൻ എന്ത് ചെയ്യും, പിറ്റേന്ന് ആ സമയം നോക്കിയിട്ട് ചെയ്യും. നിങ്ങൾക്ക് അടുക്കളയിൽ വന്നിട്ടൊരു സേവനം മകൾ പറയാതെ ചെയ്ത് തന്നാൽ ആ പറയാതെ ചെയ്ത് തന്നതിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, അവളൊന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവൾക്കൊരു സ്പെഷ്യൽ കോഫി ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ചെയ്യും, ഇന്ന് ഉമ്മനെ സഹായിച്ച ദിവസമല്ലേ, അണക്കിൻ്റെ പകരം സ്പെഷ്യൽ കോഫി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സഹായിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ച് അവൾ കാത്തിരിക്കും. അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ എത്ര പണി കുറേ തരും നിങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒന്ന് പ്രായോഗികമായി ചിന്തിക്കുക. ഇനി ഒന്നും വേണ്ട, എൻ്റെ ക്ലാസ്സിലും ചോദ്യമൊക്കെ നമ്മളിവിടെ നിർത്താം. നിങ്ങൾക്ക് നിങ്ങൾ 2 പേരില്ലേ, വാപ്പ ഇമ്മില്ലേ, വാപ്പയും ഇമ്പയുണ്ട്, നല്ല കപ്പാസിറ്റി ഉള്ള നല്ല കഴിവുള്ള പ്രവർത്തന പരിചയമുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് ഇരുന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ജുബൈലെ കോൺഫറൻസിൻ്റെ മുന്നേ സെക്രട്ടേറിയറ്റ് ഒക്കെ കൂടി ആലോചിക്കുന്നവർ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്ന് പോയിട്ട് രണ്ടാളും ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, മക്കളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ചേർന്ന് ഒന്ന് പ്ലാൻ ചെയ്തിട്ട്, ഇപ്പം എൻ്റെ കുട്ടിക്ക് 11 വയസ്സാണ്, മറ്റൊക്കെ 15 വയസ്സാണ്, ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ അവൾ കല്യാണം നടത്തണം, അപ്പോൾ അവൾക്ക് മാനസികമായൊരു വിവാഹത്തിനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് സാധ്യമാകും എന്നൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അവളെ ലാംഗ്വേജ് ഒന്ന് ശരിയാക്കണം. അപ്പം നമുക്ക് തന്നെ ഒന്ന് ലാംഗ്വേജിലൊന്ന് സംസാരിച്ച് നോക്കുക. എന്താണെന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ കുട്ടിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പാരൻസ് മീറ്റ് കഴിയുമ്പോൾ നിങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യണം, കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചും സമയത്തനുസരിച്ചും ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ നിങ്ങളുടെ സ്വപ്നം പോലെ തന്നെ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ മക്കളിൽ നിന്ന് കൺകുളിർമ ലഭിക്കുന്ന രക്ഷിതാക്കളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്തിട്ടോ.